എന്താണ് വിളിച്ചു കൂവുന്നേ? രണ്ട് ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ആസനത്തിൽ അമ്പ് ഇറച്ച മതി ഞാൻ ഇങ്ങനെ കിടന്ന് നടക്കുക. അധികം എന്റെ അടുത്ത് കളിക്കണ്ടടാ ഗൂർക്കേ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. മിസ്റ്റർ ബാഹ്ലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ബോധമില്ലാത്തത് എനിക്കല്ലടാ തെണ്ടികളെ. ഞാൻ ഭ്രാന്തനായിപ്പോ ഒരു കാറിൽ എന്നെ ഭ്രാന്തനാക്കി. എനിക്ക് കേസ് കൊടുക്കാടാ. നിനക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റിയിരിക്കുക. ഈ കുട്ടിക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഷീ ഹാസ് സം സൈക്കാട്രിക് പ്രോബ്ലം. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ഭ്രാന്ത്. ഞാനിങ്ങോട്ടേക്കില്ലേ നീ വല്ലാടിയില്ല. ഇനിയിപ്പോ ഉപദ്രവിക്കണ്ട. അങ്കിൾ വേണ ഒരു കേസ് ചാർജ് ചെയ്ത് 1-2 ആഴ്ചത്തേക്ക് പിന്നെ ലോക്കബിൽ ഉരുട്ടിക്കോ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ആശ്വാസമാകും. പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. തിയേറ്ററിൽ തുടങ്ങിയാണ് ഞാൻ കേരളത്തിലാണ്. ഓൺലൈൻ മീഡിയ പൊങ്ങിലെങ്കിലൂടെയാണ്. ഭയങ്കരം തന്നെ. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. ഈ തിയേറ്റർ ഫേമസ് ആയിട്ട് ഇതിലൂടെയാണ്. എന്നിട്ട് ഇപ്പൊ എന്നെ വേണ്ട, ഞാൻ ഭ്രാന്തനായി. മടങ്ങുമ്പോ ഞങ്ങളെ 4 പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു. കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി. കണ്ട ഭ്രാന്തന്മാരുടെ റിവ്യൂ എടുക്കേണ്ട. ഞാൻ വരില്ല, ഇനി ഇങ്ങോട്ടില്ല. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. നമ്മളെന്നാക്കുമാണ്ടല്ലോ എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വിഷമം. തകർത്തുണ്ട്.